ലിസണിങ് സ്കിൽ. എന്താണ് ലിസണിങ് സ്കിൽസ്? നമുക്ക് രണ്ട് ചെവിയും ഒരു നാവും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം, സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാനാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല കേൾവിക്കാരന് ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് എല്ലാം വിരൽത്തുമ്പിൽ ആക്സസുകളാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് ജീവിതത്തിൽ ആവശ്യമുള്ള മൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതൊരു സൈഡ്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു മനുഷ്യനും മറ്റൊരു മനുഷ്യനുമായി അങ്ങനെ ഒരുപാട് ആളുകളുമായി നമുക്ക് സംസാരിക്കാനും ഒരു നല്ലൊരു ആത്മബന്ധം, ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കാൻ ഏറ്റവും പ്രായോഗികവും ഏറ്റവും ഉചിതവുമായ ഒരു രീതിയാണ് ആ വ്യക്തിയെ കേൾക്കുക എന്നുള്ളത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എന്ന് പറഞ്ഞ എല്ലാ ഇമോഷൻസും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഇത് പരസ്പരം സംസാരിക്കാൻ, അത്തരത്തിലുള്ളൊരു വ്യക്തി കേൾക്കാൻ തയ്യാറായി നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ആക്റ്റീവ് ലിസണിങ്, നമ്മൾ ശ്രദ്ധയോടെ ആ വ്യക്തിയെ കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അത് 100% ആ വ്യക്തിയുടെ വാക്കുകളെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ സമയത്ത് സംസാരിക്കുന്ന ആൾക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടെ സംസാരിക്കാൻ, ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളും, എല്ലാ സന്തോഷവും, എല്ലാ സങ്കടവും ആ വ്യക്തിയോട് വളരെ ഓപ്പണായിട്ട് പറയാൻ നമുക്ക് കഴിയും. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരുപാട് സങ്കടത്തിൻ്റെ ഒരു ആത്മഹത്യയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ 50% അല്ലെങ്കിൽ പകുതി പ്രശ്നത്തോളം അവിടെ സോൾവായി. ബാക്കി പകുതി പ്രശ്നം നമുക്ക് തന്നെ തീർക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഈ ലിസണിങ് സ്കിൽ. അത് നമ്മൾ എന്ന് നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ബെനിഫിറ്റാണ് അവിടെ ഉള്ളത്. അത് കേൾക്കുന്ന വ്യക്തിക്കും സംസാരിക്കുന്ന വ്യക്തിക്കും. ആ ഒരു ക്വാളിറ്റി ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നമ്മൾ അറ്റൻഷൻ മുഴുവൻ, എല്ലാ അറ്റൻഷനും ഒരു 6 ഇഞ്ച് സ്ക്രീനിലേക്ക് ഒതുങ്ങിപ്പോയി. ഒരാളോട് മുഖത്ത് നോക്കി സംസാരിച്ച് സംസാരിക്കാൻ നമുക്ക് സമയമല്ല. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ തന്നെ മൊബൈലിലേക്ക് നോക്കിയിട്ടായിരിക്കും പകുതി അറ്റൻഷൻ കൊടുക്കുന്നുണ്ടാവുക. ഇന്ന് ദാമ്പത്യത്തിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രശ്നം, ദാമ്പത്യത്തിൽ നമുക്ക് എടുത്തു പറയാം, അവിടെ പരസ്പരം സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമുക്ക് പരസ്പരം ഓപ്പോസിറ്റ് പാർട്ട്ണറോട് സംസാരിക്കാൻ സമയമില്ലാതെ മൊബൈലിൽ റീൽസും അല്ലെങ്കിൽ ഷോർട്സും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അതിലേക്ക് അറ്റൻഷൻ കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ ഫീലിങ്സിന് വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പാർട്ണർക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ്, ആ ഒരു ബാഡ് സിറ്റുവേഷൻ അത് ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ. മനസ്സ് തുറന്ന് സ്വന്തം ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മരണം നേരെ കൂടെയുള്ള വ്യക്തിയോട് മനസ്സ് തുറന്ന് എല്ലാ ദിവസവും സംസാരിക്കാൻ കഴിയാത്ത ഒരു പാർട്ട്ണറുടെ അവസ്ഥ അത് വളരെ ദയനീയമാണ്. അതുകൊണ്ട് ഈ ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മനുഷ്യനെ കേൾക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, പിന്നെയുള്ള കാര്യം, വ്യക്തമായി ഒരു വ്യക്തി നമ്മളെ കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മൾക്ക് എങ്ങനെ കേൾക്കണം? ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് കേൾക്കാൻ തയ്യാറാണ് നമ്മളെങ്കിൽ മാത്രം കേൾക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒരല്പസമയം കഴിഞ്ഞ് തയ്യാറായി നിൽക്കുന്ന തിരക്കുകളെല്ലാം കഴിഞ്ഞ് എത്രയാണോ ആ തിരക്ക് കഴിയുന്നത് ആ സമയത്ത് ആ സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ വ്യക്തിയെ കേൾക്കാൻ വേണ്ടി സമയം കൊടുക്കുക, ആളോട് പറയാം. എന്നിട്ട് എങ്ങനെ കേൾക്കണം? ആ വ്യക്തി സംസാരിക്കുന്ന സമയത്ത് പൂർണ്ണമായും ആ വ്യക്തിയെ ഞാൻ ഉൾക്കൊള്ളാം. വേറെ മുൻകൂട്ടിയുള്ള വിധികളൊന്നുമില്ലാതെ, കുറ്റപ്പെടുത്തലുകളൊന്നുമില്ലാതെ, ആ വ്യക്തിയുടെ സംബന്ധിച്ച മിസ്റ്റേക്ക് ആകാം, നല്ല സന്തോഷങ്ങളാകാം, സങ്കടങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് പൂർണ്ണ സംതൃപ്തിയോടെ സന്തോഷത്തോടെ കേട്ട് കൊടുക്കുക. അങ്ങനെ കേൾക്കുന്ന സമയത്ത് ആ സംസാരിക്കുന്ന വ്യക്തിയിൽ ആ കേൾക്കുന്ന വ്യക്തിയോടുണ്ടാകുന്ന ഒരു അടുപ്പം, ആ ഒരു അടുപ്പം ഹൃദയം, ഹാർട്ടിലേക്കുള്ള ഒരു കണക്ഷനാണ് അവിടെ
സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആ രീതിയിൽ കേൾക്കുക. അതെങ്ങനെ കേൾക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു 2 മിനിറ്റ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ വ്യക്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടൈം എത്തുമ്പോൾ ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ട്, ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നൊരു പൗസ് ചെയ്യും. ആ ടൈമിന് കേൾക്കുന്ന വ്യക്തി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ചെറിയൊരു ഓക്കെ, അതെ, ആ രീതിയിലുള്ള വാക്കുകളിലൂടെ ഒറ്റ വാക്ക് കറക്റ്റായ ടൈമിങ്ങിന് ആ വ്യക്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആളൊന്ന് പൗസ് ചെയ്യും, ശ്വാസം എടുക്കാൻ വേണ്ടി പൗസ് ചെയ്യും. ആ ഒരു ഗ്യാപ്പ് കണ്ടുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു മൂളൽ കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുന്ന വ്യക്തിക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ അറ്റൻഷനോടെ കേൾക്കുന്നുണ്ടെന്നും ശ്രദ്ധിക്കുന്നുണ്ടെന്നും തോന്നുകയും അതിലൂടെ സംസാരിക്കുന്ന വ്യക്തി കൂടുതൽ ആവേശത്തോടെ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഇമോഷൻസ് മുഴുവനായിട്ട് പറയാൻ കൂടെ കാരണവും. ഇത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് കൊടുക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് തന്നെ തോന്നുന്ന ഒരു സമയമാണ് ആ ഒരു ഗ്യാപ്പ് നമ്മൾ ശ്രദ്ധിക്കുക. ആ വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് ഓക്കെ, എന്നിട്ട് 2-3 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. ഓഹോ, അങ്ങനെ ചെയ്തോ, അങ്ങനെയാണല്ലേ, ഓക്കെ. അങ്ങനെ ആ ഒരു വ്യക്തി സംസാരിച്ച് നിർത്തുന്ന ആ ഒരു ഭാഗത്തുള്ള വാക്കുകൾ തിരിച്ചങ്ങോട്ട് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിലൂടെ നല്ല ഒരു ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻസ് അവിടെ നടക്കും. അങ്ങനെ നടക്കുന്ന സമയത്ത് ആ 2 വ്യക്തികൾക്കിടയിൽ നല്ല രീതിയിലൊരു അടുപ്പം, അതിന് ഏതൊരു അപരിചിതരാണെങ്കിലും പോലും നമ്മൾ ഈ രീതിയിൽ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, നമ്മൾ ആ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ വ്യക്തിയെ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരുപാട് അടുപ്പങ്ങൾ, ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് ആളുകളുമായിട്ട്, ഈ ലോകത്തിലുള്ള ഏത് ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് നമുക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഈ ഒരു കേൾവി കൊണ്ട് മാത്രം കഴിയും. നമ്മൾ കരുതുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം 25% മാത്രമേ ശരിയുള്ളൂ. ബാക്കി 75% ശ്രദ്ധയോടെ ആക്റ്റീവായിട്ട് കേൾക്കുന്ന ആളുകൾക്കാണ് അതിലൊരു ക്വാളിറ്റി ഉണ്ടാവുക. ആ വ്യക്തികൾക്ക് എന്നും പവർഫുൾ ആയിരിക്കും. കാരണം ആ വ്യക്തി തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് ഇൻഫർമേഷൻസ് ക്യാച്ച് ചെയ്യുന്ന ആളായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ആളായിരിക്കും, ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ട് ഈ മനുഷ്യന്മാരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും. അങ്ങനത്തെ ഒരു രീതി നമുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇന്ന് പലരുടെയും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഇമോഷൻസ് ഒന്നും ഇറക്കി വെക്കാൻ പറ്റുന്നില്ല. അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ വ്യക്തികൾ മരണത്തിലേക്ക് പോകുക, അല്ല ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ അവസരങ്ങളും എല്ലാം ഉള്ള ഈ ഒരു കാലഘട്ടത്താണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷനും ഏറ്റവും കൂടുതൽ ആത്മഹത്യയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് 35 ബിലോ ഏജുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും അറ്റൻഷൻ കൊടുക്കാനുള്ള സമയമല്ല. ഈ സമയം എവിടെ പോയി? ആ അറ്റൻഷൻ മുഴുവൻ ഇന്ന് 6 ഇഞ്ച് മൊബൈൽ സ്ക്രീനിലേക്ക് ചുരുങ്ങി. ഇന്ന് നമ്മൾ മൊബൈൽ അധിക സമയം ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ ആ പറയുന്ന വ്യക്തി രാവിലെ എഴുന്നേറ്റ് മുതൽ രാത്രി ഉറങ്ങുന്ന ആ സമയം വരെ ആ ഒരു സ്ക്രീൻ ടൈം എത്ര മണിക്കൂർ മൊബൈൽ ഉപയോഗിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും ചുരുങ്ങിയത് നോർമൽ മാൻ, അല്ല നോർമൽ ഏതൊരു മനുഷ്യനാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂർ 2 മണിക്കൂർ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് 8 മണിക്കൂർ 10 മണിക്കൂർ വരെ മാക്സിമം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത് അത്രയും ഒരു ദിവസത്തിൻ്റെ അത്രയും സമയമാണ് അവിടെ പോകുന്നത്. ഈ സമയത്തിൽ എത്ര സമയം നമ്മൾ മറ്റൊരു വ്യക്തിയെ കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്. ആ ഒരു ചോദ്യചിഹ്നം നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ ഓപ്പോസിറ്റ് വ്യക്തിയെ കേൾക്കുക. ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ത് പറ്റിയടാ, എന്ത് പറ്റി, എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും തുറന്ന് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ കേൾക്കാം എന്നുള്ള ഏറ്റവും ചെറിയ സെക്കൻഡ്സിൻ്റെ വാല്യൂസ് ഉള്ള കുറച്ച് വാക്കുകൾ നമ്മളൊരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കേൾക്കുന്ന വ്യക്തി സംസാരിക്കാൻ ആരുമില്ലാതെ സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു പക്ഷേ സങ്കടക്കണ്ണീർ ഒഴുകി വരുന്നത് കാണാൻ പറ്റും. ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ, മനസ്സൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയാൽ, ഒരു ഷോൾഡർ ഒന്ന് കരഞ്ഞ് ആ ഒരു ഷോൾഡറിൽ താങ്ങി നിർത്താൻ
ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് എല്ലാവരും കൊതിക്കും. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ലിസണിങ് സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ്, കേൾവി, ആ ഒരു കേൾവി വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ആ ഒരു കാര്യം മനുഷ്യബന്ധങ്ങളെ കൂടുതലായിട്ട് അടുപ്പിക്കും. ഒരുപാട് ബെനിഫിറ്റ് അതുകൊണ്ട് മാത്രം ഉണ്ടാവും. നമ്മളെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളും ഈ സംസാരിക്കുന്ന വ്യക്തി കേൾക്കും. അപ്പോൾ ആ ഒരു പരസ്പരം കമ്മ്യൂണിക്കേഷൻ, ബന്ധം, അടുപ്പം, ഇൻറ്റിമസി, ലോങ് ലാസ്റ്റിംഗ് എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ വർക്കാവും. ആ രണ്ട് വ്യക്തികൾ പരസ്പരം ദമ്പതികളാണെന്നുണ്ടെങ്കിൽ പരസ്പരം ഒരു മ്യൂച്വൽ ബോണ്ടിങ് ഏറ്റവും കൂടുതൽ വരും. പരസ്പരം സംസാരിക്കാതെ തന്നെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഫാമിലി, വൈഫ്, പാർട്ട്നേഴ്സ്, ആര് തന്നെ ആണെങ്കിലും അതിനുമായിട്ടുള്ള ഇൻറ്റിമസി, അടുപ്പം, ബന്ധം എല്ലാം വളരെ ഭംഗിയോടെ ദൃഢതയോടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ എല്ലാ വ്യക്തികളെയും കേൾക്കാൻ തയ്യാറാവുക. ഏതെങ്കിലും ഒരു പല വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് തുറന്നു പറയാൻ സംസാരിക്കാൻ കഴിയുന്ന ഒരാളുണ്ടായിരുന്നു എങ്കിൽ എന്ന് പലരുടെയും അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാളായി മാറാൻ നമ്മൾ തയ്യാറാവുക. ലിസണിങ്ങിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുത്തൊരു എപ്പിസോഡായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.